സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് വെയിറ്റ് ലോസ്റ്റ് ചെയ്യാം. വെയിറ്റ് ലോസ്റ്റ് അല്ല, ലോസാണ്. എങ്ങനെ തടി കുറയ്ക്കാം. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ടെക്നിക് ലോ ഓഫ് അട്രാക്ഷൻ ആണ്, LOA ആണ്. ബിക്കോസ് നമ്മൾ കുറേ പേര് ഡയറ്റ് ചെയ്യുന്നുണ്ടാവും, പല പല ഡയറ്റ്സും ഇൻസ്റ്റാഗ്രാമിൽ കാണാമല്ലേ, പല പല സ്കീം അങ്ങനത്തെ ചെയ്യുന്നുണ്ടായിരിക്കും. 2-3 ദിവസമൊക്കെ ചെയ്യും, പിന്നെ മടിയാവും, ചുമ്മാ പൈസ പോകുന്നു. പിന്നെ നമ്മൾ കൂടുതൽ വെയിറ്റ് കുറഞ്ഞതിൻ്റെ ഡബിൾ വെയിറ്റ് കൂടും. കാരണം ആ ഒരു ഫുഡ് കൺട്രോൾ പോയി അഗെയിൻ വരും. അപ്പോൾ ഇവിടെ ഈസിയായി നമ്മുടെ ലൈഫിൽ എല്ലാം അട്രാക്റ്റ് ചെയ്യാം. ഒരു പൈസയും കൊടുക്കണ്ട, നമ്മളൊന്ന് അവയർനെസ്സിലിരുന്നാൽ മതി. എങ്ങനെയാണ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എത്രയാണോ വെയിറ്റ്, നിങ്ങൾക്ക് നോർമൽ വെയിറ്റ് എത്രയാണോ, നിങ്ങളുടെ ഹൈറ്റിൻ്റെ ആ ഒരു കാൽക്കുലേഷൻ ഉണ്ടല്ലോ, BMI. അപ്പോൾ ആ ഒരു കാൽക്കുലേഷൻ നോക്കി നിങ്ങൾക്ക് എത്രയാണോ വെയിറ്റ് വേണ്ടത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ എന്നും രാവിലെ എനിക്ക് മീൻസ് ലൈക്ക് വേക്കപ്പ് ചെയ്യുന്ന സമയത്തും കിടക്കുന്ന സമയത്തൊക്കെ പറയുക, ഞാൻ എൻ്റെ ഐഡിയൽ വെയിറ്റിൽ ആയതിന് ഒരുപാട് നന്ദി, താങ്ക് യു യൂണിവേഴ്സ്. അതുപോലെ ഞാൻ സ്ലിം ആണ്, ഞാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, ഞാൻ ഭയങ്കര എനർജറ്റിക് ആണ്, ഭയങ്കര ഗ്ലോ ആണ് എൻ്റെ ഫേസ്. നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ ഫേസ് ഭംഗിയായിട്ട് നിൽക്കുന്നത്, പിങ്ക് ഗ്ലോ ആണോ അത് പറയാം. അങ്ങനെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി സബ് കോൺഷ്യസ് മൈൻഡ് അത് ഏറ്റെടുക്കും. സബ് കോൺഷ്യസ് മൈൻഡ് വിചാരിക്കും അവരിങ്ങനെയാണ്. അപ്പോൾ കൂടുതൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്താവും, വെയിറ്റ് റിഡക്റ്റഡ് ആവും. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറ്. ഞാൻ നോർമലി 49 kg ആണ് ഞാൻ. പക്ഷേ ഞാൻ ഉക്രൈനിൽ നിന്ന് വെക്കേഷൻ നാട്ടിലേക്ക് വന്നതിന് ശേഷം കുറച്ച് വെയിറ്റ് ഗെയിൻ 10 kg ഒക്കെ പെട്ടെന്ന് വെയിറ്റ് കൂടി. എന്നിട്ട് എന്തെങ്കിലും എക്സസൈസ് ചെയ്താൽ മതിയായിരുന്നു, പക്ഷെ ഞാനത് ചെയ്തില്ല. അപ്പോൾ എത്ര നോക്കിയിട്ടും ഒരു 5 kg ഒക്കെ കുറഞ്ഞു. പിന്നെയും ബാക്കി അങ്ങോട്ട് ജന്മമുണ്ടെങ്കിൽ താവുന്നില്ല എന്നൊരവസ്ഥയായിരുന്നു. പിന്നെ നമ്മൾ സെപ്പറേഷൻ സമയത്തൊക്കെ ആയിരുന്നു. അപ്പോൾ കുറച്ച് ആ ഒരു ബോഡി ഭയങ്കര ഫുഡ് കഴിച്ചില്ലെങ്കിൽ വീർത്തുകൊണ്ടിരിക്കുന്നൊരു സമയമായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നൊക്കെ ഒരു പ്രാക്ടീസസ് ചെയ്തിട്ടുണ്ട്, ലോ ഓഫ് അട്രാക്ഷൻസൊക്കെ ചെയ്തിട്ട്. പക്ഷെ അതേ മറന്നുപോയി, അതങ്ങനെ പാടെ വിട്ടുപോയി. ഇപ്പോഴാണ് എനിക്ക് അത് ഓർമ്മ വന്നത്, ഈ മാജിക് പ്രാക്ടീസൊക്കെ. അപ്പോൾ ഞാൻ പിന്നെയും അത് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അമ്മ ചോദിക്കുന്നത്, നീ എക്സസൈസ് ഒക്കെ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തോ? ഞാനിപ്പോൾ ഒന്നും ചെയ്യാറില്ല, യോഗ ചെയ്യാറില്ല, എക്സസൈസ് ഒന്നും ചെയ്യാറില്ല. വാക്കിംഗ് ഉണ്ട്, ജസ്റ്റ് പെറ്റിനായിട്ടുള്ള വാക്കുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക്. അപ്പോൾ ഞാൻ ഇതാ ചെയ്യാറ്. രാവിലെ എണീക്കുന്നു, ഞാൻ എൻ്റെ ഐഡിയൽ വെയിറ്റ് 49 kg ആണ്. അപ്പോൾ ഞാൻ ആ ഒരു ഐഡിയൽ വെയിറ്റിൽ ഞാൻ എപ്പോഴും പറയും, ഞാൻ സ്ലിമ്മാണ്, ഞാൻ ഒരിക്കലും തടി ഉണ്ട് എന്ന് പറയില്ല. കാരണം നമ്മളിപ്പോൾ ഡയറ്റൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ മൈൻഡിലുണ്ടാവുക, എൻ്റെ തടി കുറയണം. അപ്പോൾ തടി എന്ന് പറയുമ്പോൾ അവിടെ ഓൾറെഡി നമ്മൾ വെയിറ്റ് ഉണ്ട് എന്നാണ്, അത് കുറയണം. അല്ലാതെ വെയിറ്റ് ലോസ് അല്ല നമ്മൾ കൂടുതൽ നമ്മൾ പറയാം, ഞാനിത് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കോൺഷ്യസ് ആവും അല്ലേ, ഈ ഫുഡ് കഴിക്കുന്നില്ല ഞാൻ തടിക്കും, ഞാൻ ഷുഗർ കഴിച്ച് തടിക്കും, അല്ലെങ്കിൽ ഇത് കഴിച്ച് തടിക്കും, അങ്ങനെ ഫുൾ തടിക്കും. അതാണ് ഡെയിലി നിങ്ങൾ പറയുക. തടി കുറയുന്നതിനേക്കാളും വെയിറ്റ് ലോസിനേക്കാളും കൂടുതൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫോർമേഷൻസ് എന്തായിരിക്കും, വെയിറ്റ് ഗെയിനാണ് പറയുന്നുണ്ടാവും. നിങ്ങൾ പോലും അറിയാതെ ഭയങ്കര കോൺഷ്യസ്നെസ് ആവും. അപ്പോൾ ഏറ്റവും ഈസി മെത്തേഡാണ് വെയിറ്റ് കുറയാൻ. ഞാനിപ്പോൾ എന്നോട് കാണുന്നവരൊക്കെ ചോദിക്കുന്നുണ്ട്, പഴയ ഏജായല്ലോ, മീൻസ് ഭയങ്കര ചെറുപ്പമായ പോലെ. പറയുമ്പോൾ 26 ആണ്, എന്നെങ്കിലും ഞാൻ കുറച്ച് ഇച്ചിരി ഒരു വെയിറ്റ് ഗെയിൻ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക്. പക്ഷേ അതിൽ നിന്നൊക്കെ വളരെ ഒന്നും അധികം എഫേർട്ട് ഇടാതെ ഞാൻ LOA നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ ഹെയർ ആണെങ്കിൽ ഭയങ്കര സ്മൂത്ത് ഓൾറെഡി ഉണ്ടായിരുന്നു, പക്ഷേ ഇതൊക്കെ പിന്നീട് പോയൊരു ഘട്ടം ഉണ്ടായിരുന്നു. എഗെയിൻ ബാക്ക് ടു നോർമലിലേക്ക് അത് വന്നു. സിമ്പിളായിട്ട് എൻ്റെ മുടി കോംബ് ചെയ്യുമ്പോഴും എൻ്റെ ഹെയർ വളരെ സ്മൂത്ത് ആയതിന് ഒരുപാട് നന്ദി, താങ്ക് യു. ഞാൻ എപ്പോഴും എല്ലാത്തിലും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യും. ഗ്രാറ്റിറ്റ്യൂഡ് എത്രയും നിങ്ങൾ പറയുന്നത്, എത്രയും നിങ്ങൾ നന്ദിയുള്ളവരാവുന്നു, അത്രയും അനുഗ്രഹങ്ങളും അത്രയും മിറാക്കിൾസും നിങ്ങളുടെ ലൈഫിലേക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാം. നമുക്കിപ്പോൾ ഒരു മാരേജൊക്കെ ആവുന്ന സമയത്ത് ആ ഒരു പേഴ്സണ് മീൻസ് ബ്രൈഡിനോ അല്ലെങ്കിൽ ഗ്രൂമിനോ ആ ഒരു സമയത്ത് പെട്ടെന്ന് അസുഖങ്ങൾ വരില്ല. ഇനി കോൾഡൊക്കെ വന്നാലും അത് അധികം ശക്തിയായിട്ട് വരില്ല. ബിക്കോസ് അവരുടെ മൈൻഡിൽ മാരേജിൻ്റെ ആ ഒരു സന്തോഷത്തിലായിരിക്കും. സബ് കോൺഷ്യസ് മൈൻഡ് ഭയങ്കര സെലിബ്രേഷൻ മോഡിലായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ അലർജിയുടെ ആൾക്കാരാണെങ്കിലും പല ഇഷ്യൂസ് ഉള്ളവർ പെട്ടെന്ന് അതവർക്ക് എഫക്റ്റ് ചെയ്യില്ല. കാരണം അവരുടെ മൈൻഡും ബോഡിയൊക്കെ സെറ്റാണ്, മാരേജ് ആവാനായി. അപ്പോൾ അതിന് വേണ്ടി പ്രിപ്പറേഷൻ, എനിക്ക് ഇങ്ങനെ ചെയ്യണം. അപ്പോൾ നമ്മുടെ മൈൻഡിൽ അത് സബ് കോൺഷ്യസ് അത് ഏറ്റെടുത്തു. അതുപോലെ തന്നെയാണ് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിൽ കൊടുക്കേണ്ടത്. എന്താണ് നിങ്ങൾക്ക് ആഗ്രഹം, അത് സബ് കോൺഷ്യസ് മൈൻഡിൽ കൊടുക്കുക. അതായി തീർന്ന പോലെ നിങ്ങളെ കാണുക, അഫർമേഷൻസ് പറയാം. ഓക്കെ, ഇത് നമുക്ക് എല്ലാത്തിലും പ്രാക്ടീസ് ചെയ്യാം.
നമുക്ക് ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സിനും ഹെൽത്ത് ബ്ലെസ്സിങ്സിനും കരിയർ ബ്ലെസ്സിങ്സിനും റിലേഷൻഷിപ്പ് ബ്ലെസ്സിങ്സിനും എല്ലാത്തിനും നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്ന് പറയാം. ഇഷ്യൂ അല്ലെങ്കിൽ കടം അല്ലെങ്കിൽ പ്രശ്നം, അയ്യോ എന്നുള്ള വേർഡ്സുകൾ റിമൂവ് ചെയ്തിട്ട് ഐ ആം ബ്ലെസ്ഡ്, ഞാൻ ബ്ലെസ്ഡ് ആണ്, അല്ലെങ്കിൽ എനിക്ക് ബ്ലെസ്സിങ്സ് ധാരാളം വരുന്നു, ഞാൻ എബഡൻ്റ് ആണ്. ലാക്ക് എനർജിയേ വേണ്ട. ലാക്ക് എനർജി വരുന്ന എല്ലാ ടേംസും എല്ലാം നിങ്ങൾ മാറ്റുക. നിങ്ങൾക്ക് മിററിൽ നോക്കിയിട്ട് പറയാം, ഞാൻ എബഡൻ്റ് ആണ്, ഞാൻ ഭയങ്കര സൗന്ദര്യവാനാണ്, സൗന്ദര്യവതിയാണ്, ഞാൻ ധനികനാണ്. ധനികൻ എന്ന് ഉദ്ദേശിക്കുന്ന മണി മാത്രമല്ല, നമ്മളുടെ പെരുമാറ്റത്തിലും നമ്മുടെ മെൻ്റൽ സ്ട്രെങ്ത്തിലും നമ്മുടെ സൗന്ദര്യത്തിൽ നമ്മൾ ധനികനാണ് അല്ലേ, എല്ലാ രീതിയിലും അബണ്ടൻ്റ് ആവണം. അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. വിത്തിൻ 7 days, അത്രയൊന്നും വേണ്ട, വേഗം തന്നെ നിങ്ങൾക്ക് ചേഞ്ച് വരും. എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഞാനിപ്പോൾ ചിന്തിച്ചു, ഫോട്ടോ ഇടേണ്ടി വരും, നോക്കട്ടെ. ഞാൻ ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ ഇടാം. കാരണം എന്നോട് ചോദിക്കാൻ ആൾക്കാർ തുടങ്ങി, അതാണ് എന്താ പെട്ടെന്ന് നന്നായി തടി പറഞ്ഞല്ലോ, എന്താ ചെയ്യണേന്നൊക്കെ. അപ്പോൾ ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യണില്ല, ഞാൻ ചെയ്യുന്നത് ഇതാണ്. പിന്നെ നമ്മുടെ മെഡിറ്റേഷൻ നല്ല പവറാണ് തടി കുറയ്ക്കാൻ, ബോഡി ഹീറ്റ് ആവുമല്ലോ. അങ്ങനെ നമ്മളുടെ ആ ടെക്നിക്സൊക്കെയാണ് ചെയ്യുന്നത്, അല്ലാണ്ട് പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങൂ. നമുക്ക് എന്തും അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഗോൾ വെച്ച് സെറ്റ് ചെയ്യുക. എന്താ പറയുക, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം, അതിലൊരിടവ് വരരുത്, അപ്പോഴാണ് പ്രശ്നം വരിക. ഓക്കെ, ക്യാൻസൽ. പിന്നെ പ്രശ്നം അല്ലെങ്കിൽ ഇഷ്യൂസ് എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ തന്നെ ക്യാൻസൽ എന്ന് പറയാം. കാരണം നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്കത് അട്രാക്റ്റ് ചെയ്ത് വരും. അതുകൊണ്ടാണ് ഈ എനർജി എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരാൾ പറയുന്നത് കേൾക്കുമ്പോൾ പെട്ടെന്ന് അത് നമ്മളുടെ പ്രശ്നമായിട്ടൊക്കെ സബ് കോൺഷ്യസ് മൈൻഡ് തോന്നും. അപ്പോൾ അത് പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് വേണം കേൾക്കാൻ, അല്ലെങ്കിൽ അങ്ങനത്തെ കേൾക്കാതിരിക്കും. ഞാൻ മാക്സിമം കോൾസ് എടുക്കില്ല ഈ സമയത്ത്, കാരണം അത് നമുക്ക് എനർജി നന്നായി ബാധിക്കുന്ന ഒരു ഫീലിംഗ്, ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവും നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുക്കാറില്ല. അതുകൊണ്ട് കൂടിയാണ് മെസ്സേജ് അയക്കാൻ പറയാറ് ഹീലിങ്സിനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ. അതുപോലെ തന്നെ നിങ്ങൾക്ക് അഫോർമേഷൻസ് പറയാൻ അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ചെറിയൊരു എമൗണ്ട് ഞാൻ വെക്കുന്നുണ്ടായിരിക്കും, കാരണം നിങ്ങൾക്ക് എന്താണ് ഡിസൈഡായിട്ട് നിങ്ങളുടെ ലൈഫിൽ നേടിയെടുക്കേണ്ടത്. അതുപോലെ ഹെയർ ഇല്ലാത്തവർക്ക് ഹെയർ ഗെയിൻ ഇതിലൂടെ ഈ ഒരു പ്രാക്ടീസിലൂടെ വന്നിട്ടുണ്ട്. അങ്ങനെ എന്തും ഞങ്ങൾക്ക് കൊണ്ടുവരാം. ഓക്കെ, സോ താങ്ക് യു. ഒരു കുഞ്ഞു വീഡിയോ ആണ് ലോ ഓഫ് അട്രാക്ഷൻ. നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ ലൈഫിൽ, ഈ ലോ ഓഫ് അട്രാക്ഷൻ സീക്രട്ട് പഠിച്ചു കഴിഞ്ഞാൽ ലൈഫിലെല്ലാം ഈസി ആയിട്ട് വരും നിങ്ങളിലേക്ക്. നമ്മൾ ഒന്നിലേക്കും പോകേണ്ടി വരില്ല, നല്ല രീതിയിൽ അട്രാക്റ്റ് ചെയ്ത് വരും. ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയപ്പോൾ എൻ്റെ റിലേഷൻഷിപ്പിൽ പണ്ടുണ്ടായിരുന്ന കുറച്ച് പേര്, എനിക്ക് എന്നെ ഓർമ്മയില്ലാത്ത മിണ്ടാതിരിക്കുന്ന ആൾക്കാരൊക്കെ വന്ന് മിണ്ടുന്നു, സംസാരിക്കുന്നു, വിശേഷങ്ങൾ അറിയുന്നു. നമുക്ക് തന്നെ, ഞാൻ തന്നെ മറന്നുപോയി ഇതെന്തുണ്ടായി. പിന്നെ എനിക്ക് ഓർമ്മ വന്നു റിലേഷൻഷിപ്പ് ഹീലിംഗ് 3rd മാജിക് ഡേ 3 ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എഫക്റ്റാണ്, നമ്മൾ മറന്നു പോകുമല്ലോ. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ അവിടെ വർക്ക് ചെയ്യും, നമ്മൾ മറന്നാലും ഇവരത് ഏറ്റെടുത്ത് വർക്ക് ചെയ്യും. സോ അതാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പേര് പോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ. ഓക്കെ, നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മളിലേക്ക് വരും. ഭയങ്കര പവർഫുള്ളാണ്, ഭയങ്കര നിങ്ങൾ ട്രസ്റ്റ് ചെയ്യണം. ട്രസ്റ്റ് ചെയ്യാതെ ഇത് നടക്കുമോ നോക്കാൻ വേണ്ടി ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അത് ആവില്ല. യെസ്, നടക്കും. അപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് കുറയണമെങ്കിൽ നിങ്ങളുടെ ഐഡിയൽ വെയിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് നിങ്ങൾ അത് അഫർമേഷൻസ് പറയാം. യൂണിവേഴ്സ്, ഞാൻ ഈ ഒരു ഇതിൽ എത്തിയതിന് ഒരുപാട് നന്ദി. നിങ്ങൾ തടി കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ഡ്രസ്സ് ഫിറ്റ് ആവുന്നതും അതൊക്കെ വിഷ്വലൈസ് ചെയ്യുക. മിറർ നോക്കിയിട്ട് മിറർ എക്സസൈസ് പോലെ പറയാം, എഴുതാം. ഓക്കെ, ഞാൻ എഴുതുന്നതൊക്കെ എഴുതാറുണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിൽ. കൂടുതൽ ഞാൻ പറയുക ചെയ്യാം, വെറുതെ ഇരിക്കും. താങ്ക് യു യൂണിവേഴ്സ്, ഐ എം സ്ലിം ആണ് ഞാൻ എൻ്റെ ഐഡിയൽ വീട്ടിൽ ഇങ്ങനെ കാണുന്നത്. എനിക്ക് ചെറുതായിട്ട് ഡബിൾ ചിന്ന് വന്നു തടിച്ചപ്പോൾ, അതൊക്കെ പോയി. ഓക്കെ, സോ നിങ്ങളെല്ലാവരും പ്രാക്ടീസ്